ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഇടം വരെ പോയാലോ? കിഡ്സിനുള്ളൊരു സ്പാ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് പോവാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് കുഞ്ഞുമായിട്ട് പോയിട്ട് സെക്ഷൻ അടിപൊളിയായിരുന്നു, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞ് പാപ്പ ജനിച്ചു കഴിഞ്ഞപ്പം അവരൊരു ഗിഫ്റ്റ് കാർഡ് കൊണ്ട് തന്നിട്ട് നിങ്ങളൊന്ന് പോയി അറ്റൻഡ് ചെയ്ത് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് മോർണിംഗ് സെക്ഷനാണ് കിട്ടിയത്. നമ്മൾ ഏറെക്കുറെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു അവിടെ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്ന പ്രോപ്പർ ഇൻസ്ട്രക്ഷനൊക്കെ തരാൻ വേണ്ടി അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ടോട്ടലി അവിടെ 4 ടബ്ബാണുള്ളത്. നമ്മൾ ചെന്ന സമയത്ത് നമുക്ക് മാത്രമേ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ടബ്ബ് അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. ഫസ്റ്റ് മസാജിങ് ആണ്. ഈ ഡെമോ ഡോളിനെ അവർ മസാജ് ചെയ്ത് കാണിച്ചു തരും. നമ്മൾ ആ പ്രോപ്പറായിട്ട് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഞങ്ങൾ എല്ലാവരെക്കാട്ടും എക്സൈറ്റഡ് ആയിട്ടുള്ളത് മിയു ആയിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ പയ്യെ മുട്ടയിലൊക്കെ നീന്താൻ തുടങ്ങിയ പിന്നെ ഇങ്ങനെ ഒത്തിരി നേരമൊന്നും അങ്ങനെ കിടക്കുകയില്ല. അവൾ മുട്ടയിൽ നിന്ന് അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ ഡയപ്പറൊക്കെ കൊണ്ടു തന്നു. നമ്മളോട് കളർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പയ്യെ ട്യൂബൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇതുവരെ എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അവർ ലോക്കൊക്കെ ചെയ്തപ്പോൾ അവളെ ഏതാണ്ട് ചെയ്യാൻ പോകാമെന്നോ പേടിച്ചിട്ടാണോ എന്നറിയില്ല, ഭയങ്കര ബഹളമായിരുന്നു. മീ ചേച്ചി കുറച്ചൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അച്ഛ എടുത്ത സമയത്തും ഒക്കെ കരച്ചിലുണ്ടായിരുന്നു. എന്നാലും അച്ഛയാണല്ലോ എടുത്തതെന്ന് ഓർത്തൊരു സമാധാനം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. വെള്ളത്തിൽ ഇറക്കിയ സമയത്തും എന്താ എന്നെ ചെയ്യുന്നതെന്നുള്ള ഭാവത്തിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. ബബിൾസ് വന്ന് തുടങ്ങിയപ്പോൾ നല്ല രസം തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് ഓക്കെ ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. മനസ്സിലായി വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊക്കെ തന്നെ ഉള്ളൂ ചുറ്റിലെന്ന് മനസ്സിലായിട്ടാന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ സലിംകുമാർ മായാവി സിനിമയിൽ കുടം കൊണ്ട് ഹൊയ് 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 എന്ന് പറഞ്ഞുകൊണ്ട് പോകല്ലേ, ആ സീൻ തന്നെയായിരുന്നു. ഞങ്ങളത് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അവളെക്കാട്ടി കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ തന്നെയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ ക്ഷീണിച്ചൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ പയ്യെ എടുത്തു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഡോളിനോട് അവളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ആ ചേച്ചിയോട് ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ.